വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാനുമായി തെളിവെടുപ്പ് നടത്തി പോലീസ്. പിതൃമാതാവ് സൽമ ബീവിയുടെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചെയ്യുന്നുണ്ട്. വിഷ്ണു, ഇന്ന് ചില സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഈ അഫാന്റെ ആരോഗ്യനിലയിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തുടർന്ന് ഇപ്പോൾ അഫാനുമായി തെളിവെടുപ്പ് നടത്തി കഴിഞ്ഞോ? എന്തൊക്കെയാണ് അവിടെ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ? ഹരിത, അഫാനുമായുള്ള തെളിവെടുപ്പ് നടത്തിയിരിക്കുകയാണ് പോലീസ്. അഫാന്റെ അച്ഛന്റെ ഉമ്മയുടെ വീട്ടിലേക്ക്, അതായത് മുത്തശ്ശിയുടെ വീട്ടിലേക്കാണ് ആദ്യം കൊണ്ടുപോയത്. പാങ്ങോടുള്ള വീട്ടിൽ പ്രതിയെ തെളിവെടുപ്പിനെത്തിച്ചു. തെളിവെടുപ്പ് പൂർത്തിയാക്കിയതിനു ശേഷമാണ് പേരുമലയിലെ സ്വന്തം വീട്ടിലേക്ക് തെളിവെടുപ്പിനായി കൊണ്ടുപോയിരിക്കുന്നത്. രണ്ട് കൊലപാതകങ്ങളാണ് ആ വീട്ടിൽ നടത്തിയിരിക്കുന്നത്. പേരുമലയുടെ വീട്ടിൽ അവസാനമായി കൊലപ്പെടുത്തിയത് അനുജനെയാണ്. ആ വീട്ടിലേക്കാണ് ഇപ്പോൾ പ്രതിയെ എത്തിച്ചിരിക്കുന്നത്. നാട്ടുകാരടക്കം അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. വലിയ സുരക്ഷയോടെ തന്നെയാണ് പോലീസ് തെളിവെടുപ്പ് നടത്തി വരുന്നത്. 3 പോലീസ് സ്റ്റേഷനിലെ SHOമാരാണ് തെളിവെടുപ്പിൽ പങ്കെടുത്തിട്ടുള്ളത്. അതായത് പ്രധാനമായും ആദ്യം ഈ പേരുമലയിലെ പോലീസ് സ്റ്റേഷൻ പരിധി, അതായത് അത് വെഞ്ഞാറമൂട് സ്റ്റേഷനാണ്. വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെ SHOയും കിളിമാഞ്ഞൂർ പോലീസ് സ്റ്റേഷനിലെ SHOയും അതോടൊപ്പം തന്നെ ഈ പാങ്ങോട് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട SHOയും, ഈ 3 SHOമാരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. അതായത് രണ്ടാമത് മറ്റൊരു ദിവസം വീണ്ടും തെളിവെടുപ്പിനായി ഇതേ സ്ഥലത്ത് കൊണ്ടുവരേണ്ട സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് പോലീസ് ഇവിടേക്ക് എത്തിയത്. ഏതായാലും കാര്യമായ തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിയെ സ്ഥലത്തേക്ക് എത്തിച്ച് കൂടുതൽ പരിശോധന നടത്തി. ഏതായാലും എങ്ങനെയാണ് കൊലപാതകം നടത്തിയതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്ന സാഹചര്യത്തിലേക്ക് കടന്നിട്ടുണ്ട്. അതേസമയം തന്നെ പ്രതി ബന്ധുക്കളെ അടക്കം അവിടെ എത്തിയവരെയൊക്കെ നോക്കുന്നുണ്ടെങ്കിലും വലിയ വികാരമായ ഒരു ഭാവം ഒന്നും മുഖത്തുണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രതിയെ നാളെ കോടതിയിൽ വീണ്ടും ഹാജരാക്കും. കൂടുതൽ ചോദ്യം ചെയ്യാനുള്ള കസ്റ്റഡി കാലാവധി ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റ് പോലീസ് സ്റ്റേഷനുകളിൽ, അതായത് വെഞ്ഞാറമൂട് നിന്നും കിളിമാഞ്ഞൂർ സ്റ്റേഷനിൽ നിന്നുമൊക്കെ വീണ്ടും പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള ആവശ്യം ഉന്നയിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഏതായാലും നിലവിൽ സ്ഥലങ്ങളിൽ തെളിവെടുപ്പ് നടത്തിയിരിക്കുകയാണ്. പ്രതി കൊലപാതകം എങ്ങനെ നടത്തി, അല്ലെങ്കിൽ പോയ വഴികളൊക്കെയും പരിശോധിച്ചിരുന്നു. പ്രതി മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോയി കൊലപാതകം നടത്തിയ ആ സാഹചര്യത്തിൽ യാത്ര ചെയ്തിരുന്ന വഴിയടക്കമുള്ള സ്ഥലങ്ങളിലൂടെ തന്നെയാണ് പോലീസ് പ്രതിയെ കൊണ്ടുപോയത്. ശരിക്കും തെളിവെടുപ്പ് പൂർണ്ണമായി നടത്തി വരികയാണ് എന്ന് വേണം പറയാൻ സാധിക്കുന്നത്. ഏതായാലും നാളെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. രാവിലെ തന്നെ പ്രതി ഇന്ന് തെളിവെടുപ്പ് ഒഴിവാക്കാനായി ഒരു ദേഹാസ്വാസ്ഥ്യമടക്കം കാണിച്ചിരുന്നു. അതിനുശേഷം പോലീസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പ്രതി കുഴഞ്ഞു വീണതടക്കമുള്ള കാര്യങ്ങളിൽ വലിയ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. പ്രതി തെളിവെടുപ്പ് ഒഴിവാക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുകയാണ് ചെയ്തതെന്നാണ് പോലീസ് ആ സമയം പറഞ്ഞത്. ഏതായാലും പ്രതിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. കൂടുതൽ തെളിവെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഇനി നാളെ കോടതിയിൽ ഹാജരാക്കി ഇനി കൂടുതൽ ചോദ്യം ചെയ്യലും മറ്റു നടപടികളിലേക്കും കടക്കും. ഹരിത. ശരി, വിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്.